കഴിഞ്ഞ ക്ലാസ് നമ്മളൊന്നെടുത്തു. ബീർ ബഹൂട്ടിയ ഒരു പാരഗ്രാഫ് നമ്മൾ പഠിച്ചു തീർത്തു. എന്താണ് ബീർ ബഹൂട്ടി? ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കം, പാഠഭാഗത്തിൻ്റെ ആശയം ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളെ. ഇന്നിപ്പോൾ നമ്മൾ ബീർ ബഹൂട്ടിയുടെ ബാക്കി പാഠഭാഗങ്ങളിലേക്ക് കിടക്കുകയാണ്. വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇങ്ങനെയുള്ള ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് വളരെ കൂടുതൽ പ്രയോജനപ്രദമായി തീരുന്നത്. അതുകൊണ്ട് ഞാൻ നോട്ട്സ് കൂടെ ബോർഡിൽ എഴുതിയിട്ട് പോകും. ടെക്സ്റ്റ് ഉള്ളവർ എഴുതാൻ വൈമനസ്യമുള്ളവരും ടെക്സ്റ്റിൽ അത് വരയിട്ടുള്ള നമ്മുടെ നോട്ട്സ് മുഴുവനും ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. അത് വരയിട്ട് പഠിച്ചോളാം. ടെക്സ്റ്റ് വായിക്കുകയും കൂടെ വേണം. അപ്പോൾ ബീർ ബഹൂട്ടി എന്ന് പറയുന്ന ഈ കഹാനി എഴുതിയത് പ്രഭാതാണ്. നമ്മൾ നേരത്തെ പഠിച്ചു. എന്താണ് ബീർ ബഹൂട്ടി? എ കൈൻഡ് ഓഫ് ഫ്ലൈ, ഒരുതരം ഈച്ച. ഒരുതരം ഈച്ചയാണ് നമ്മൾ ബീർ ബഹൂട്ടിയ എന്ന് പറഞ്ഞ പ്രാണിയെക്കുറിച്ച് നമ്മൾ പഠിച്ചത്. മഴക്കാലങ്ങളിൽ, വർഷാകാലമേയും മഴക്കാലങ്ങളിൽ നനഞ്ഞ മണ്ണിൽ കാണപ്പെടുന്ന ചുവപ്പ് നിറത്തോടു കൂടിയ ഒരു പ്രാണിയാണ് ബീർ ബഹൂട്ടിയ. അത്രയും നമ്മൾ പറഞ്ഞു പഠിപ്പിച്ചു. അവിടെ ഒരു ചോദ്യം വന്നു, 1 മാർക്കിന് ചോദിക്കാവുന്നത്. ബീർ ബഹൂട്ടിയ കൈസേ ഹോത്തേ ഹേ? ചോദ്യം ശ്രദ്ധിച്ചോളാം. ബീർ ബഹൂട്ടിയ കൈസേ ഹോത്തേ ഹേ? ബീർ ബഹൂട്ടിയ എങ്ങനെയാണ് ഇരിക്കുന്നത്? ബീർ ബഹൂട്ടിയ കൈസേ ഹോത്തേ ഹേ? ചോദ്യം 1 മാർക്കിനാണ്. പബ്ലിക് എക്സാമിനേഷൻ ചോദിക്കാവുന്നൊരു ചോദ്യമാണിത്. ബീർ ബഹൂട്ടിയ കൈസേ ഹോത്തേ ഹേ? ബീർ ബഹൂട്ടിയ സുർക്ക്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നു. സുർക്ക് അർത്ഥം ലാൽ രംഗക്ക. സുർക്ക് എന്ന് പറഞ്ഞാൽ അർത്ഥം ലാൽ രംഗക്ക. മുലായം, മാർദ്ദവം, മുലായം, മാർദ്ദവം. അവർ ഗദ്ബദി ഹോത്തേ ഹേ? ഗദ്ബദി എന്ന് പറഞ്ഞാൽ അർത്ഥം ഒരുതരം പതുപതുപ്പ്. നമ്മൾ സോപ്പിൻ്റെ പുറത്ത് പിടിച്ചാൽ ഉണ്ടാകുന്ന ആ ഒരുതരം പതുപതുപ്പ്. ഗദ്ബദി ഹോത്തേ ഹേ. അപ്പോൾ ബീർ ബഹൂട്ടിയ കൈസേ ഹോത്തേ ഹേ? ബീർ ബഹൂട്ടിയ സുർക്ക്, മുലായം, ഔർ ഗദ്ബദി ഹോത്തേ ഹേ. മനസ്സിലായിട്ടുണ്ടായിരിക്കും. ശ്രദ്ധിച്ചോളാം. ഒന്നാമത്തെ ചോദ്യം മനസ്സിലായി. ബീർ ബഹൂട്ടിയ കൈസേ ഹോത്തേ ഹേ? ബീർ ബഹൂട്ടിയ സുർക്ക്, മുലായം, ഔർ ഗദ്ബദി ഹോത്തേ ഹേ. രണ്ടാമത്തെ ചോദ്യം നമ്മൾ പഠിച്ച പാരഗ്രാഫിലെ ചോദ്യമാണ് വരുന്നത്. വേ അവരാരാണെന്ന് നമ്മൾ നേരത്തെ പഠിച്ചു. കഥാപാത്രങ്ങൾ ബേലാവർ, സാഹിൽ. ബേലയും സാഹിലും കുട്ടിക്കാലത്തെ ആത്മാർത്ഥതയാണ് ഈ പാഠഭാഗത്തിൻ്റെ ഉള്ളടക്കമെന്നും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു. 2 കുട്ടികളുടെ ആത്മാർത്ഥത, മൈത്രീബന്ധം, സ്നേഹബന്ധം, പ്യാർ, അവരുടെ ഏകത മുതലായ കാര്യങ്ങളാണ് ഈ കുട്ടികളിൽ നിന്ന് നാം മനസ്സിലാക്കുന്നത്. അവിടെ രണ്ടാമത്തെ ചോദ്യം വേ അവരെന്ന് പറയുന്നത് ആരാണ്? അതാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ആരൊക്കെയാണ് അവർ? ബേലാവർ, സാഹിൽ. അപ്പൊ ഈ കഥയിലെ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളായ ബേലയും സാഹിലുമാണ് നേരെ സ്കൂളിൽ പോകാൻ വേണ്ടി ഒരല്പനേരത്തെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങിത്തിരിച്ചത്. ആ ബീർ ബഹൂട്ടിയ കൈസേ കോജത്തേക്ക്? എങ്ങനെയാണ് ബീർ ബഹൂട്ടിയ അവർ കോജിന അന്വേഷിച്ചത്? എങ്ങനെയാണ് അവർ ആ ബീർ ബഹൂട്ടിയെ അവർ കണ്ടെത്തിയത്? നനഞ്ഞ മണ്ണിൽ ബീർ ബഹൂട്ടിയ അവരെങ്ങനെ കൈസേ കോജത്തേക്ക്? നോക്കിക്കോളെ. एक दूसरे के बहुत नजदीक रखकर ബീർ ബഹൂട്ടിയ കോജത്തേക്ക് അവര് ഏക ദൂസരേക്ക് ഒരാള് മറ്റൊരാളിൻ്റെ അടുത്ത്, തൊട്ടടുത്ത്, പരസ്പരം അടുത്തിരുന്നിട്ട് ബഹുത്ത് നസ്ദീക്ക് അടുത്ത്, വളരെ അടുത്തെന്നർത്ഥം. ബഹുത്ത് നസ്ദീക്ക് വളരെ അടുത്ത് നസ്ദീക്ക് രഖിക്കർ ബീർ ബഹൂട്ടിയ खोजतेगे. अब അവർ ബീർ ബഹൂട്ടിയ कैसे खोजतेगे? एक दूसरे के बहुत नजदीक വളരെ അടുത്തിരുന്നിട്ട് बहुत नजदीक रखकर ബീർ ബഹൂട്ടിയ खोजतेगे. അപ്പോൾ 2 ചോദ്യമായി. ഒന്നാമത്തെ ചോദ്യം ബീർ ബഹൂട്ടിയ कैसे होतेगे? ബീർ ബഹൂട്ടിയ ഒന്ന് സുർക്ക് है, मुलायम है और गद्बदी है. 2 वे ബീർ ബഹൂട്ടിയ कैसे खोजतेगे? ബീർ ബഹൂട്ടിയ എങ്ങനെയാണ്? ഏക ദൂസരേക്ക് ബഹുത്ത് നസ്ദീക്ക് രഖിക്കർ ബഹുത്ത് നസ്ദീക്ക് വളരെ അടുത്തിരുന്നിട്ട് ബഹുത്ത് നസ്ദീക്ക് രഖിക്കർ ബീർ ബഹൂട്ടിയ കോജത്തേക്ക്. പുസ്തകത്തിലുണ്ട് ആ പടം. നമ്മൾ നോക്കിയാൽ മനസ്സിലാകും. അവർ ബഹുത്ത് കോജത്തേക്ക്. ഇത്രയാണ് നമ്മൾ പഠിച്ചത്. അടുത്ത്
बेला देखो इस वीर मुगेटिया का रंग तुम्हारी रिबन के जैसे होते गए सागिल ने कहा अപ്പോ ബീർ ബഹൂട്ടിയുടെ രംഗ് എങ്ങനെയാണ് ബീർ ബഹൂട്ടിയുടെ നിറം എങ്ങനെയാണ് ബീർ ബഹൂട്ടിയുടെ രംഗ് രംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം आ कलर देखो इस बीर बहूटी का रंग तुम्हारे तुम्हारे അത് പിരിച്ചെഴുതേ तुम्हारे പിരിച്ചെഴുതേണ്ടതാണ് तुम प्लस का तुम्हारा तुम प्लस के तुम्हारे तुम प्लस की तुम्हारी സർവനാമം ഏതെന്ന് പിരിച്ചെഴുതാൻ വേണ്ടി ചോദിക്കും അത് ഒന്ന് നോട്ട് ചെയ്തോളണം എന്താണ് നമ്മൾ എഴുതുന്നത് तुम प्लस का സമം तुम्हारा അടുത്ത तुम प्लस के तुम्हारे അടുത്ത तुम प्लस की तुम्हारी അപ്പോൾ അതിലെ സർവനാമം തും മറന്നു പോകരുത് തും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ് തും എന്ന് പറയുന്ന സർവനാമമാണ് ഇവിടെ വരുന്നത് ഇവിടെ സാഹിൽ പറയുന്നു എന്താണ് സാഹിൽ പറയുന്നത് സാഹിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം बेला देखो इस बीर बहूटी का रंग ये बीर बहूटिയുടെ रंग അതിന്റെ കളർ तुम्हारे നിന്റെ तुम्हारे रिबन के जैसे रिबन പോലെ लाल है ചുവപ്പാണ് लाल है അപ്പോൾ बीर बहूटी का रंग वन वेड ചോദിക്കാം बीर बहूटी का रंग എങ്ങനെയുള്ളതാണ് बीर बहूटी का रंग लाल होते गए നോട്ടായി കുറിച്ചോളാം बीर बहूटी का रंग कैसे होते रंग ആണ് बीर बहूटी कैसे होते गए എന്നല്ല ഇവിടെ बीर बहूटी का रंग എന്താണ് बीर बहूटी का रंग लाल होते गए സാഹിൽ ബേലയോട് പറയുന്നു നോക്ക് ബേല बीर बहूटी का रंग तुम्हारे निंदे रिबन जैसे रिबन പോലെ लाल होते गए लालाയിരിക്കുന്നു അടുത്ത സാഹിൽ ने कहा ഇതാരാണ് പറഞ്ഞത് സാഹിലാണ് പറഞ്ഞത് ആരോടാണ് പറഞ്ഞത് ബേലയോടാണ് പറഞ്ഞത് എന്താണ് ബേലയോട് സാഹിൽ പറഞ്ഞത് ബേല ബേല बीर बहूटी का रंग बीर बहूटी का रंग बीर बहूटिയുടെ കളർ बीर बहूटिയുടെ നിറം तुम्हारे निंदे रिबन के जैसे रिबन പോലെ लाल होता है അടുത്ത तुमने कुछ सुना बेला നീ എന്തെങ്കിലും കേട്ടോ बेला ഞാൻ പറഞ്ഞത് എന്തെങ്കിലും കേട്ടോ हाँ सुना पगली कंडी लग गई है पगली कंडी फर्स्ट बेल पगली कंडी फर्स्ट बेल എവിടത്തെ ഫസ്റ്റ് ബെൽ സ്കൂളിൽ അടിച്ച ഫസ്റ്റ് ബെൽ കേട്ടു സ്കൂളിൽ അല്ലാതെ വിക്ടേഴ്സ് ചാനലിലെ ഫസ്റ്റ് ബെൽ അല്ല ഇവിടെ സ്കൂളിലെ ഫസ്റ്റ് ബെൽ ഞാൻ കേട്ടു പകലി കണ്ടി ലഗ് ഗയി ഗേ ബെൽ മുഴങ്ങിയിരിക്കുന്നു ആദ്യ ബെൽ അടിച്ചിരിക്കുന്നു ലേക്കിൻ മുझे पेन में शाही भी भरवानी के दुकान से ഉടൻ സാഹിൽ പറയുന്നു അല്ലയോ ബേല എനിക്ക് എൻ്റെ പേനയില് ഷാഹി ബി ഷാഹി മഷി അത് ഭർവാനി ഗേ നിറയ്ക്കണം കഹാം സേ ദുകാൻ സേ ഇത്രയാണ് ഒരു പാർട്ട് അടുത്തതിലേക്ക് കിടക്കുകയാണ് 1981 का साल 1981 കുറിച്ച് വെച്ചോളാം ആണ്ട് 1981 1981 ഒരു വർഷം राजस्थान में जयपुर के नजदीक सवारी गाड़ियां और मालगाड़ियों से सदा भरा पूरा फुल्लेरा जंक्शन ये जंक्शन राजस्थान में राजस्थान जयपुर के नजदीक जयपुरिनടുത്ത് सवारी गाड़ियां यात्रा वंडी सवारी गाड़ी यात्रा वंडी അതിലുപരി मालगाड़ियों से ചരക്ക് വണ്ടികൾ मालगाड़ियों से गुड्स ट्रेन എന്നർത്ഥം सदा നിറഞ്ഞ് എപ്പോഴും भरा फुल्लेरा जंक्शन कस्बे की लगभग सूनी तंग गलियां कस्बे की कस्बा टाउन कस्बे की അവിടെയൊന്നും പ്രധാനപ്പെട്ട പോയിന്റുകളില്ല അതുകൊണ്ട് നമ്മൾ ഒരല്പ സ്പീഡിൽ അങ്ങ് പോകുന്നു ശ്രദ്ധിച്ചോട്ടാ മതി അവിടെ കസ്ബേക്ക് ലഗവക സൂനി ശൂന്യമായ തങ്ക് ഗലിയാം ഇടുങ്ങിയ തെരുവുകൾ ഗലിയാമി ഈ തെരുവുകളിൽ खामोश खड़े निशब्दമായി നിൽക്കുന്ന ബിജലിക്ക് വൈദ്യുത കമ്പേ അത് കുറിച്ചിട്ടോളാം പോസ്റ്റ്
വൈദ്യുത കമ്പ്. ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ആ ഫുല്ലേറ ജംഗ്ഷന്റെ സവിശേഷത. എന്താണ് ഫുല്ലേറ ജംഗ്ഷന്റെ സവിശേഷത? ഫുല്ലേറ ജംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം, എവിടെയാണെന്ന് നോക്കാം. രാജസ്ഥാൻ में जयपुर के नजदीक सवारी गाड़ियां और मालगाड़ियों से सदा എപ്പോഴും നിറഞ്ഞു വെച്ചിട്ടുള്ള യാതൊരു തരത്തിലുള്ള നിയന്ത്രണമില്ലാതെ സവാരി ഗാഡികളും പിന്നെ യാത്രീ വണ്ടികളും പിന്നെ ചരക്ക് വണ്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരം പോകുന്ന ഫുല്ലേറ ജംഗ്ഷൻ. ഫുല്ലേറ ജംഗ്ഷൻ കസ്ബയ്ക്ക് ലഗ്ഭഗ് സൂനി തങ്കുകലിയ. കസ്ബയില് ലഗ്ഭഗ് ഏകദേശം സൂനി ശൂന്യമായി കിടക്കുന്ന തങ്കുകലിയ. തങ്കുകലിയ ഇടുങ്ങിയ തെരുവുകള്. അവിടെ ആൾവാസമില്ല. അതുകൊണ്ട് അതിനെ നമുക്ക് എന്തോന്ന് വിളിക്കാം? തങ്കുകലിയ. ഇടുങ്ങിയ തെരുവുകള് തങ്കുകലിയ. ഗലിയാം. ആ തെരുവുകളില് ഖാമോഷ് കടേ നിശബ്ദമായി നിൽക്കുന്ന ബിജലിക്ക് വൈദ്യുത ബിജലിക്ക് ഖമ്പേ. ഖമ്പേ എന്ന് പറഞ്ഞ അർത്ഥം പോസ്റ്റ്, തൂണുകള്. അപ്പൊ ഫുല്ലേറ ജംഗ്ഷന്റെ സവിശേഷത മനസ്സിലായല്ലോ. എന്താണ് ഫുല്ലേറ ജംഗ്ഷന്റെ സവിശേഷത? സവാരി ഗാഡികളാല് പിന്നെ मालगाड़ियों से भरा पूरा है, तंग गलिया है और खामोश है. आ वहांगे बिजली के खंबे അവിടുത്തെ ഇലക്ട്രിക് പോസ്റ്റുകൾ खामोश है. കത്തൊന്നുമില്ല, അണയൊന്നുമില്ല എന്നർത്ഥം. ഇനി കമ്പോങ്കെ ബീച്ച് കീഞ്ചി താരോങ്കി കടാരെ. കമ്പകൾക്ക് ഇടയിലൂടെ വലിച്ചിട്ടുള്ള താരോങ്കി. തര കമ്പി, കമ്പികളുടെ ഇലക്ട്രിക് കമ്പികള് പോസ്റ്റിലൂടെ ലൈൻ വലിച്ചിട്ടുണ്ടെന്നർത്ഥം. इन गलियों में जहां तहां दिखाई पड़ते मीठे खंडियां बजाते फेरी वाले. ഈ തെരുവിലൂടെ അപ്പൊ ഫുല്ലേറ ജംഗ്ഷന്റെ സവിശേഷതകളാണ് ഈ പറയുന്നത്. ശ്രദ്ധിച്ച് നോയിക്കോളാം. അടുത്തെന്താണ്? ഈ തെരുവിലൂടെ, ഈ ഗലികളിലൂടെ എന്ത് ചെയ്യുന്നു? മീട്ടി കണ്ടിയ നല്ല മധുരമായി മുഴക്കിക്കൊണ്ടു പോകുന്ന ബജാത്തെ ഫേരി വാലെ. മണി മുഴക്കിക്കൊണ്ടു പോകുന്ന ഫേരി വാലെ. ഫേരി വാല വഴിവാണിഭക്കാര്, വിൽപ്പനക്കാര് എല്ലാ തെരുവുകളിലും വിൽപ്പന നടത്താറുണ്ട്. ആ വിൽപ്പന നടത്താറുണ്ട് വിൽപ്പനക്കാര്, ആ വഴിവാണിഭക്കാര്. സാധനങ്ങള് സൈക്കിളിന്റെയോ പിന്നെ സൈക്കിൾ റിക്ഷയിലെയോ പിറക് സാധനങ്ങൾ വെച്ച് കെട്ടി ആ വിൽപ്പന നടത്തുന്നവര് അവരിങ്ങനെ മണിയടിച്ച് പോകുന്നു. ആ ഫേറി വാലെ അന്തേരി സി ഗലീമയും ഒരു അന്തേരി സി ഗലീമയും അരണ്ട ഗലിയില് ഒരു ലൈറ്റ് ഇല്ലാത്ത, വെളിച്ചമില്ലാത്ത, വെട്ടമില്ലാത്ത ഒരു ഇടുങ്ങിയ തെരുവിലൂടെ ചകസാത്ത് ഗധോങ്കി 6 7 ചകസാത്ത് ഗധോങ്കി കഴുതകളുടെ കുരോങ്കി ടാപ്പുങ്കി ആവാസ്. കഴുതകളുടെ ഗത എന്ന് പറഞ്ഞ അർത്ഥം കഴുത, സാധനങ്ങൾ ചുമന്നുകൊണ്ടു പോകുന്ന കഴുതകളുടെ കുരോങ്കി കുളമ്പടി ശബ്ദം. ഉൻകെ പീച്ചെ. അവിടെ നമ്മളൊരു പോയിന്റ് പഠിക്കുന്നു. ഉൻകെ എങ്ങനെ നമ്മൾ പിരിച്ചെഴുതും? നോക്കി വെച്ചോളാം. ഉൻകെ വേ പ്ലസ് കാ സമം ഉൻകാ. വേ പ്ലസ് കെ ഉൻകെ. വേ പ്ലസ് കി ഉൻകി. അപ്പൊ ഉൻക, ഉൻകെ, ഉൻകി പിരിച്ചെഴുതിയാൽ കിട്ടുന്ന സർവനാമം എന്ന് പറയുന്നത് വേയാണ്. വേയാണ് സർവനാമം. ഓർമ്മ വെച്ചോളാം. വേ ടാപ്പോങ്കി ആവാസ്. ഉൻകെ പീച്ചെ ചൽത്താ ഏക് ബധൻ ഉദേഡ് കുംഭാർ. ആ ഒരു ശരീരം എല്ലാം ഒരുമാതിരി ഉഭേടായ മധ്യവയസ്കത തോന്നിക്കുന്ന ഒരു കുംഹാർ. കുംഹാർ കലം ഉണ്ടാക്കുന്നവൻ, കലം ഉണ്ടാക്കുന്നവൻ, കുശവൻ എന്നൊക്കെ നമ്മൾ പറയും. ആ കുംഹാർ ഇസി ദൃശ്യത്തെ ബീച്ച് സേ ഗുസർത്തേ ഹുയേ. ഈ ഇതിനിടയിലൂടെ ആ ദൃശ്യങ്ങൾ നമ്മൾ മനസ്സിനകത്ത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞോളാം. കാമോശായ തെരുവാണ്. ഇലക്ട്രിക് പോസ്റ്റുകളുണ്ട്, ലൈറ്റില്ല, കമ്പി വലിച്ചിട്ടുണ്ട്, കുതിരകളുടെ കഴുതകളുടെ കുളമ്പടി ശബ്ദം നമ്മൾ അതിനകത്ത് ദർശിക്കുന്നു. സവാരി ഗാഡികളും മാൽഗാഡികളും നിരന്തരം വന്നും പോയി കൊണ്ടിരിക്കുന്നു. ആ റോഡിലൂടെ എന്ത് ചെയ്യുന്നത്? ഇസി ദൃശ്യക്കെ ബീച്ച് സേ ഗുസർത്തേ ഹുയേ ദോ സ്കൂളിൽ വെച്ച് 2 സ്കൂൾ വിദ്യാർത്ഥികൾ. ആരൊക്കെയാണ്? ബേലാവർ, സാഹിൽ. ബേലാവർ, സാഹിൽ. അപ്പൊ ബേലയുടെയും സാഹിലിന്റെയും ജന്മസ്ഥാൻ
ജയ്പൂരിന്റെ തൊട്ടടുത്തുള്ള ഫുല്ലേറാഗാവ്. ആ ഫുല്ലേറ ഗ്രാമത്തിന്റെ സവിശേഷതയും നമ്മൾ പഠിച്ചു. ആ സവിശേഷതകൾ നിറഞ്ഞ ഗ്രാമത്തിലൂടെ രണ്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു? നടന്നു പോകുന്നു. बेला और सागर उन दिनों पेन्नയും 5 പൈസയും നീലി ശാഖി ഭരി जाती थी. ആ ദിവസങ്ങളിൽ പെന്നയും പേനയില് 5 പൈസയും 5 പൈസയ്ക്ക് അന്നത്തെ 5 പൈസയില് നീലി ശാഖി നീല മഷി ഭരി जाती थी. स्टेशनरी के दुकान वाले ट्रांबर से സ്റ്റേഷനറിയിലെ കച്ചവടക്കാരൻ ദുക്കാൻ വാലെ കച്ചവടക്കാരൻ സ്റ്റോർ ഉടമ ട്രാംബർസെ ഫില്ലറിലൂടെ ട്രാംബർസെ പേനയില് ഷാഖി ഭർത്തേതെ. പഴയ കാലഘട്ടമാണെന്ന് ഓർമ്മിച്ചോളാം. ഇന്നത്തെ പോലുള്ള മഷി നിറയ്ക്കാത്ത പേനകളല്ല. അന്ന് പേനകളില് മഷി നിറയ്ക്കണം. നീലി ഷാഖി അത് നമ്മൾ നിറയ്ക്കണം. ഷാഖി ഭർത്തേതെ. അത്രയും ഒരു പാർട്ടും കൂടെയായി. അടുത്ത നമുക്ക് നോക്കാം. പെന്നയും കുറിച്ച് ഷാഖി ബച്ചീതി ഉസേ സാഹിലിനെ സമീൻ പർ സിറക്കാ ദിയാ. കുസൃതിയായ സാഹിൽ ഒരു കാര്യം ചെയ്തു. പേനയിൽ ഒരല്പ മഷി ബാലൻസ് ഉണ്ടായിരുന്നു. അതിൽ മഷി അടയ്ക്കാനുള്ള തയ്യാറെടുപ്പാണ്. ഓർമ്മ വെച്ചോളാം. മുൻ പോയിന്റ് സ്കൂളിൽ ഫസ്റ്റ് ബെൽ അടിച്ചു. അവർ സ്കൂളിൽ നേരത്തെ എത്തണം. അവർ നേരത്തെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ റീസൺ കാരണം നമ്മൾ പഠിച്ചു. സെമീൻ പർ തലേ ദിവസത്തെ മഴയില് നനഞ്ഞു കിടക്കുന്ന മണ്ണില് തറയില് ഭൂമിയില് ജമീൻ പർ ബീർ ബഹൂട്ടിയാൻ ഭോജനെ കേലിയെ ബീർ ബഹൂട്ടികളെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് അവർ ഇറങ്ങിത്തിരിച്ചത്. അതും അവർ ബീർ ബഹൂട്ടിയാൻ കൈസേ ഭോജത്തേക്ക് ഏക ദൂസരേക്ക് ബഹുത്ത് നസ്ദീക്ക് രഹിക്കർ വളരെ അടുത്തിരുന്നിട്ട് ബീർ ബഹൂട്ടിയാൻ ഭോജത്തേത്. അതിനുവേണ്ടിയാണ് അവർ സ്കൂളിൽ നിന്ന് നേരത്തെ ഇറങ്ങിയത്. അങ്ങനെ അവർ നേരത്തെ സ്കൂളിൽ നിന്ന് ഇറങ്ങി നനഞ്ഞ മണ്ണില് ബീർ ബഹൂട്ടിയാൻ കോജത്തെ അന്വേഷിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവയെ കണ്ടെത്തിക്കൊണ്ടിരുന്ന സമയത്ത് സാഹിലൊരു കാര്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? ബീർ ബഹൂട്ടികളുടെ നിറം നിന്റെ റിബൺ കെ ജൈസേ ഹോത്തേഗെ. നിന്റെ റിബൺ പോലെയാണ്. നിന്റെ റിബൺ പോലെയാണെന്ന് പറഞ്ഞു. ഇത്രയും നമ്മളെ മനസ്സിനകത്തുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് അവർക്ക് പെട്ടെന്ന് ഒരു ബോധോദയം ഉണ്ടായത്. സാഹിലിന്റെ പേനയില് മഷിയില്ല. മഷി നിറയ്ക്കണം. അതിനുവേണ്ടി അവര് സ്റ്റേഷനറിക്കാരന്റെ കടയിലേക്ക് പോയി. ഇനി അതിനു മുമ്പ് പെന്നയും കുച്ച് ഷാഖി ബച്ചീതി പേനയില് ഒരല്പ മഷി ബാലൻസ് ഉണ്ടായിരുന്നു, മിച്ചം ഉണ്ടായിരുന്നു. ഉസേ സാഹിലിനെ സെമീൻ പർ അത് സാഹില് ജമീൻ പർ തറയിലേക്ക് ചിടക്ക് ദിയ. ഒഴിച്ചു കളഞ്ഞു, തൂവിക്കളഞ്ഞു, കുടഞ്ഞു കളഞ്ഞു എന്നൊക്കെ പറയും. മഷി കുടഞ്ഞു കളഞ്ഞു. നയി ഷാഖി ഭഗവാനെ കേലിയ ദോനോ ദുക്കാൻ പർ പകുഞ്ചെ. രണ്ടുപേരും പുതിയ മഷി നിറയ്ക്കുന്നതിന് വേണ്ടി കടയിലേക്ക് പോയി. അല്ലാതെ അവർ മുട്ടായി കാണിച്ച് തിന്നാനോ അല്ലെങ്കിൽ കപ്പലണ്ടി കുറിക്കാനോ അല്ല അവർ കടയിലേക്ക് പോയത്. അവർ പോയത് എന്തിനു വേണ്ടിയാണ്? നയി ഷാഖി ഭഗവാനെ കേലിയെ. അവർക്ക് പുതിയ മഷി സാഹിലിന്റെ പേനയില് നിറയ്ക്കണം. അതിനു വേണ്ടിയാണ് അവര് ദുക്കാനിലേക്ക് പോയത്, കടയിലേക്ക് പോയത്. പോയിന്റുകൾ നോക്കിക്കൊള്ളണം. അടുത്ത് ഏക് പെൻ ഷാഖി ഭർ ദോ സാഹിൽ സെ പകലേകി. बेला ने दुकान वाले से कहा एक पेन ഷാഖി ഭർ ദോ. ഒരു പേന മഷി തരണം. സാഹിൽ പറയുന്നതിന് മുമ്പ് തന്നെ ഇടയ്ക്ക് കയറി ബേല പറഞ്ഞു. അപ്പൊ ബേലയാണ് ഈ സെന്റൻസ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? ഏക് പെൻ ഷാഖി ഭർ ദോ. നോക്കി വെച്ചോളാം. ഏക് പെൻ ഷാഖി ഭർ ദോ. ഏക് പെൻ ഷാഖി ഭർ ദോ. ഏക് കിസിനെ ആര്? കിസ് സേ ആരോട്? കഹ പറഞ്ഞു. ചോദ്യമായല്ലോ. ഏക് പെൻ ഷാഖി ഭർ ദോ. ഏക് കിസിനെ കിസ് സേ കഹ. ഇത് ആരോട് പറഞ്ഞു? ഏക് പെൻ ഷാഖി ഭർ ദോ. ഏക് പെൻ ഷാഖി ഭർ ദോ. ഏക് കിസിനെ കിസ് സേ കഹ. ഒരു ചോദ്യം കൂടിയായി. ഏക് പെൻ ഷാഖി ഭർ ദോ. ഏക് കിസിനെ കിസ് സേ കഹ. എനിക്ക് ഒരു പേന, എനിക്കെന്നല്ല, ഏക് പെൻ ഒരു പേന മഷി ഭർ ദോ നിറച്ചു തരണം. ഇത് ആരോട് പറഞ്ഞു? ആരാണ് പറഞ്ഞത്?
बेलाने बेलाने आरोड दुकानदार से कहा बेला ने दुकानदार से कहा एक पेन शाही भर दो सागिल से पहले ये सागिल പറയുന്നതിന് മുമ്പ് തന്നെ ആര് ബേലാനെ ബേല ദുക്കാൻ വാലെ സേ കഹാ കടക്കാരനോട് പറഞ്ഞു അവിടെ ഒരു ചോദ്യമായി നിങ്ങളെ തെറ്റിക്കാൻ വേണ്ടി ചോദിക്കും एक पेन शाही भर दो एक पेन शाही भर दो यह किसने किससे कहा ഒരു മാർക്കിന്റെ ചോദ്യമാണ് എന്തെഴുതും നമ്മൾ एक पेन शाही भर दो यह किसने किससे कहा ആരാണ് बेलाने आरोड दुकानदार से बेला ने दुकानदार से कहा बेलയാണ് ഇത് ആരോട് പറഞ്ഞത് दुकानदार से कहा എന്താണ് बेला दुकानदार से कहा एक पेन शाही भर दो ഇവർ രണ്ടുപേരും കൂടെ കടയിലേക്ക് ചെല്ലാണ് പേനയില് മഷി നിറയ്ക്കുന്നതിന് വേണ്ടി പേനയിൽ ഒരല്പ മഷി ഉണ്ടായിരുന്നു അത് വികൃതിയായ സാഹിൽ എന്ത് ചെയ്തു തറയിലേക്ക് തൂക്കിക്കളഞ്ഞു മിച്ചമെന്ന മഷി അതിനെ അവൻ ശേഖരിച്ച് വെച്ചില്ല നേരെ മറിച്ച് അവനതിനെ തറയിൽ തൂക്കിയിട്ടാണ് കടയിലേക്ക് ചെല്ലുന്നത് അത് എന്തിന് നയി ഷാഗി ഭർവാനെ കേളിയെ മറന്നു പോകരുത് നയി ഷാഗി പുതിയ മഷി പേനയിലിരുന്നത് പഴകിപ്പോയി പുതിയ മഷിയെ നിറയ്ക്കുന്നതിന് വേണ്ടിയാണ് പോയത് മിൽ പായേഗി അടുത്ത दुकान से कहा बेटा शाही की बोतल अभी अभी काली हो गई है बेटा मोने അല്ലെങ്കിൽ കുട്ടികളെ ഒരു കാര്യമുണ്ട് ഷാഹി की बोतल മഷി നിറച്ചു വെച്ചിരുന്ന ആ ബോട്ടില് മഷി കുപ്പി എന്ത് ചെയ്തു അതെന്ത് ചെയ്തു അഭി അഭി ഇപ്പോ സ്വല്പ നേരത്തേക്ക് മുമ്പേ കാലി ഹോ ഗയി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി മഷി തീർന്നു ഉള്ള മഷി മുഴുവനും ഞാൻ വിറ്റ് തീർത്തു ഒരു 2 മിനിറ്റ് നേരത്തെ വന്നിരുന്നു എങ്കിൽ നിങ്ങളുടെ പേനയിൽ എന്ത് നിറയ്ക്കാമായിരുന്നു മഷി നിറയ്ക്കാമായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് बेटा शाही की बोतल अभी अभी काली हो गई है अब तो कल ही मिल पाएगी इनी പേനയിൽ മഷി അടയ്ക്കണമെന്നുണ്ടെങ്കിൽ മഷി നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ നാളെയേ പറ്റുള്ളൂ ഇന്ന് എൻ്റെ കടയിലിരുന്ന മഷി തീർന്നു നേരത്തെ ഞാനൊരു കൊച്ചു സെന്റൻസ് പറഞ്ഞു നിർത്തി മിച്ചമിരുന്ന മഷി എന്ത് ചെയ്തു സാഹില് ജമീൻ പർ ചിടക്കടി തറയിലേക്ക് തൂക്കിക്കളഞ്ഞു ഒന്ന് ആലോചിക്കാതെ ഇപ്പൊ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ തൂക്കിക്കളഞ്ഞു പക്ഷേ ഇപ്പോ ഇവിടെ വീണ്ടും പറയുന്നു എന്താണ് ബേട്ട ഷാഹി की बोतल अभी अभी काली हो गई है अब तो कल ही मिल पाएगी लेकिन इसने तो पेन में जो शाही थी उसे भी जमीन पर छिड़क दिया बेला बोली बेലുള്ള കാര്യം പറഞ്ഞു അല്ലയോ ദുക്കാൻദാർ അല്ലയോ കടക്കാര അല്ലയോ അണ്ണ അല്ലയോ മാമ എന്തോ ഒരു സംഭവം ചെയ്തിട്ട് ഈ പേനയില് ഒരല്പ മഷി ഉണ്ടായിരുന്നു അതിനെ നമ്മുടെ സാഹില് സെമീൻ പർ തറയില് ചിടക്കുതി തൂകിക്കളഞ്ഞു കുടഞ്ഞു കളഞ്ഞു നശിപ്പിച്ചു കളഞ്ഞു ഒഴിച്ചു കളഞ്ഞു ഇത് കേൾക്കുമ്പോൾ ഒരു ചോദ്യം വരുന്നു കണ്ട ബാദൽ കോ ദേഖ് കർ ഖഡേ കോ നഹീ ദുലാനാ ചാഹിയേ പോയിന്റ് ഓർമ്മ വെച്ചോളാം ആ ബോക്സിൽ ഒരു ചോദ്യം കിടപ്പുണ്ട് നല്ല ഉത്തരവുമാണ് നല്ല ചോദ്യവുമാണ് എല്ലാ പരീക്ഷയ്ക്കും ചോദിക്കുന്നതുമാണ് ബാദൽ കോ ദേഖ് കർ എന്തോന്ന് ബാദൽ കോ ദേഖ് കർ കാർമേഘത്തെ കാണുമ്പോ കടേക്കോ നഹീം കുടത്തെ നഹീം ഡുലാന ചാഹിയെ കുടത്തിലിരിക്കുന്ന വെള്ളത്തെ ദുലക്കാന ചാഹിയെ തൂകിക്കളയരുത് മറിച്ചിട്ട് കളയരുത് മഴ പെയ്തതിന് ശേഷമേ കുടം
കമിഴ്ത്താവൂ. അല്ലാതെ ബാദലിനെ കണ്ടിട്ട് കാർമേഘത്തെ കണ്ടിട്ട് ഇപ്പൊ തന്നെ പെയ്യുമെന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്ത് കളയരുത് എന്ന് പറഞ്ഞപ്പോ എന്ത് മനസ്സിലായി? മഷി ഉണ്ടോ ഇല്ലേ എന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം മതിയായിരുന്നു നിന്റെ പേനയിലിരുന്ന മഷി തൂക്കിക്കളയാൻ. അതിന്റെ ഉദാഹരണമാണ്, അതിനെ സമർത്ഥിക്കുന്നതിന് വേണ്ടിയാണ് നമ്മളെ കടക്കാരൻ ഒരു സെന്റൻസ് പറഞ്ഞത്. ബാദൽ കോ ദേഖ് കർ, ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീ ദുലാനാ ചാഹിയേ, കടേ കോ നഹീ ദുലാനാ ചാഹിയേ. എന്തെങ്കിലും ഒരു ആശയം നമ്മളെ മനസ്സിനകത്ത് വന്നാൽ അത് നമ്മൾ ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ ഒരു പ്രവൃത്തി ചെയ്യാവൂ. എന്തെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ കുന്തെന്നുള്ള മറുപടിയല്ല നൽകേണ്ടത്. അത് നമ്മൾ സോച്ച് സമച്ചിക്ക് ചിന്തിച്ചുറച്ച് കാം കർണാ ചാഹിയേ. ഇത് നിങ്ങൾ എടുത്തു ചാടുകയായിരുന്നു. നിങ്ങൾ എടുത്തു ചാടി. നിങ്ങൾ ഒരുപക്ഷെ കടയിൽ വന്ന് മഷി ഉണ്ടായില്ലേ എന്ന് തിരക്കിയതിന് ശേഷം മാത്രം മതിയായിരുന്നു നിന്റെ പേനയിലിരുന്ന മഷിനി തൂക്കിക്കളയാൻ. അതിനാണ് കടക്കാരൻ ഒരു ഉദാഹരണം പറഞ്ഞത്. എന്താണ് ഉദാഹരണം? ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീ ദുലാനാ ചാഹിയേ, ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീ ദുലാനാ ചാഹിയേ, ബാദൽ കോ ദേഖ് കർ കടേ को नहीं डुलाना चाहिए। दुकान वाले भैया ने कहा और पूछा कौन सी में पढ़ते हो? എന്നിട്ട് दुकान वाले भैया ने कहा और पूछा ചോദിച്ചു कौन सी में पढ़ते हो? നിങ്ങൾ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നു? നിങ്ങൾ ഏത് ക്ലാസ്സിലാണ് നിങ്ങൾ പഠിക്കുന്നത്? कौन सी में पढ़ते हो? ഉടൻ മറുപടി പാഞ്ചിവി മേ, 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പാഞ്ചിവി മേ ഞങ്ങൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സില്. സാഹിൽ ജൈസേ ബുരേ മൻ സേ ബതായ ജൈസേ പാഞ്ചിവി മേ പഠിന പാപുകോ. മഷി അടയ്ക്കാൻ കിട്ടാത്തത് കൊണ്ട് ഇയാളുടെ ഈ ഉപദേശം കേട്ടിട്ട്, ദുക്കാൻദാറിന്റെ ഉപദേശം കൂടെ കേട്ടപ്പോഴത്തേക്ക് സാഹിലിന് ഒരു വെറുപ്പ്, ഒരു അലർജി, ഒരു വിദ്വേഷം കടക്കാരനോട് ചോദിച്ചു. കടക്കാരനോട് തോന്നി, ചോദിച്ചുവല്ല, കടക്കാരനോട് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്നത്, അല്പ കടുപ്പിച്ചാണ് പറയുന്നത്, ഞങ്ങൾ പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് എന്തെങ്കിലും പാപമാണോ? ഞങ്ങൾ 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഏജേ ഞങ്ങൾക്ക് എത്തിയുള്ളൂ. അല്ലാതെ ഞങ്ങൾ കൂടുതൽ ക്ലാസ്സിലേക്കല്ല ഞങ്ങൾ പോകുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും ഒരു പാപം നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അവിടെ ആ പുസ്തകത്തിൽ ബോക്സിൽ ആ ചോദ്യമുണ്ട്. ചോദ്യം ഞാൻ ഒന്നുകൂടെ പറയാം. ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീ ഡുലാനാ ചാഹിയേ. നോക്കി വെച്ചല്ലോ. ബാദൽ കോ ദേഖ് കർ കടേ കോ നഹീ ഡുലാനാ ചാഹിയേ. ദുക്കാൻദാറിനെ ഐസ ക്യോ കഹാ? എന്താണ് എന്റെ ഉത്തരം? ഉത്തരം നമുക്ക് ഒന്നുകൂടെ ഞാൻ പറഞ്ഞിട്ടങ്ങ് നിർത്താം. ബേല और സാഹിൽ സ്കൂൾ की ओर निकल पड़ा. ബേലയും സാഹിലും എങ്ങോട്ട് പോയാണ്? സ്കൂളിലേക്ക് പോകയാണ്. സ്കൂളിലേക്ക് പോകയാണ്. സാഹിൽ के പെന്നയും शाही न हिंदी, शाही न हिंदी, कुछ शाही दचीदी, कुछ शाही दचीदी. उसने साहिल ने जमीन पर छिड़क दिया, जमीन पर छिड़क दिया. दुकान में शाही न हिंदी, दुकान में शाही न हिंदी. तब बेला ने कहा उसके पेन में लिखने वाले शाही को പേനയിൽ മിച്ചം വന്ന മഷിയെ എന്ത് ചെയ്തു? സാഹിലിനെ ചിടക്കാതി. ഇത് സുന്ദർ. ഇത് കേട്ടിട്ടാണ് दुकानदार ने कहा बादल को देखकर कड़े को नहीं दुलाना चाहिए. ഞാനൊന്ന് വ്യക്തമായിട്ടല്ല, ഒന്ന് അല്പം ഒന്ന് സ്പീഡിൽ പറഞ്ഞു. ഇതിന്റെ നോട്ട്സ് എഴുതി ഓഫീസിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. രക്ഷിതാക്കൾ ആരെങ്കിലും ഒക്കെ വന്ന് ഇതിനെ വാങ്ങിച്ചോളണം. അല്ലാതെ ഇപ്പം എഴുതിയെടുത്തുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. എഴുതിയെടുത്താലൊട്ട് തീരെയില്ല. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത് തന്നെ. ശ്രദ്ധിച്ച് അതിന്റെ പോയിന്റ് മാത്രം ഓർമ്മിച്ച് വെച്ചോളാം. പോയിന്റ് ഒന്നുകൂടെ പറയാം. ബേലയും സാഹിലും, മലയാളത്തില് ബേലയും സാഹിലും സ്കൂളിലേക്ക് പോവുകയായിരുന്നു. അപ്പോഴാണ് ഫസ്റ്റ് ബെൽ അടിച്ചത്. ഫസ്റ്റ് ബെൽ അടിച്ചു. സന്ദർഭം പറയുന്നു. ഫസ്റ്റ് ബെൽ അടിച്ചു. ഉടൻ തന്നെ സാഹിൽ പറയുന്നു, ബേല എനിക്ക് ഒരു പേന മഷി നിറയ്ക്കണം. മഷി നിറയ്ക്കണമെന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ അതിനിടയിൽ തന്നെ പേനയിലുണ്ടായിരുന്ന മഷി ബേല ആ സാഹിൽ എന്ത് ചെയ്തു? തൂക്കിക്കളഞ്ഞു. തൂക്കിക്കളഞ്ഞു. രണ്ടുപേരും കൂടെ നേരെ കടയിലേക്ക് ചെന്നു. ദുക്കാൻദാറോട് ഒരു പേന മഷി ആവശ്യപ്പെട്ടു. അപ്പോൾ ദുക്കാൻദാർ പറഞ്ഞ എന്താണ്? അബി അബി ഷാഹി കം ഹോ ഗയി, ഇപ്പൊ മഷി തീർന്നതേ ഉള്ളൂ. ഇത് കേട്ടപ്പോ ബേല പറഞ്ഞു,
ദുഃഖാന്താർ സാഹിൽ ഒരു കാര്യം ചെയ്തു കളഞ്ഞു. അവന്റെ പേനയില് ഒരല്പം അഷിയുണ്ടായിരുന്നു. അവന്റെ പേനയില് ഒരല്പ സെര ഷാഹിദി അതിനെന്ത് ചെയ്തു? ഒരു സെമീൻ പർ ചിടക്കാതി ഏത് സുൻകർ. ഇത് കേട്ടിട്ടാണ് ദുഃഖാന്താറിനെ ഐസാ കഹ, ദുഃഖാന്താർ ഇപ്രകാരം പറഞ്ഞത്. ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. നോട്ടൂടെ എഴുതി വാങ്ങിച്ചോളണം. നോട്ടോടെ എഴുതി ഇവിടെ നിന്ന് വാങ്ങിച്ചതിന് ശേഷം ബാക്കി ഇതുപോലെ പറഞ്ഞ നോട്ടുണ്ട്. അടുത്ത നോക്കിക്കോളേ. ധോനോ രണ്ടുപേരും 5ാം ക്ലാസ്സിലാണ് പഠിക്കുന്നതെന്ന് പറഞ്ഞപ്പോ ധോനോ രണ്ടുപേരും 5ലോ. ദുഃഖാൻ വാല ഭയ്യാനെ കഹ ഉടൻ ധോനോ അവർ ഹം ധോനോ കാ സെക്ഷൻ ബി ഏക്ക് ഹി ഹൈ. ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ, ഞങ്ങള് ഡിവിഷൻ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ഒരേ സെക്ഷനിൽ തന്നെയാണ് ഞങ്ങൾ പഠിക്കുന്നത്. A ഡിവിഷനിലാണ് ഞങ്ങളുടെ പഠനം. A ഡിവിഷനിലാണ്. ബേലാനെ ഐസെ ഖുശ് ഹോക്കർ, സന്തോഷത്തോടു കൂടി ബതായ ജൈസെ യഹ് കോയി ബഹുത് ബഡി ബാത് ഹോ. ഒരു വലിയ കാര്യം പറഞ്ഞതുപോലെ ബേലയ്ക്ക് അങ്ങനെ തോന്നി. ഞങ്ങൾ രണ്ടുപേരുടെയും സെക്ഷൻ, ഞങ്ങൾ രണ്ടുപേരുടെയും ഡിവിഷൻ, ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് A ഡിവിഷനിലാണ്. ഞങ്ങൾ രണ്ടുപേരും പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള ഏജ്, 5ാം ക്ലാസ്സിൽ പഠിക്കാനുള്ള പ്രായമേ ഞങ്ങൾക്കായിട്ടുള്ളൂ. അതുകൊണ്ട് ഞങ്ങളുടെ സെക്ഷൻ, ഞങ്ങളുടെ ഡിവിഷൻ, ഞങ്ങളുടെ സെക്ഷനും ഏയിലാണ് ഞങ്ങൾ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്മേറ്റ് ധോനോ പാസ് പാസ് വൈകിട്ടത്തെ. ഇനി അവരുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ബേലയും സാഹിബും തമ്മിലുള്ള മൈത്രി ബന്ധം ഞാൻ തുടക്കത്തിലേ പറഞ്ഞു. അവരൊരുമിച്ചാണ് പഠിക്കുന്നത്, അവരൊരുമിച്ചാണ് നടക്കുന്നത്, അവരൊരുമിച്ചാണ് കളിക്കുന്നത്, അവരൊരുമിച്ചാണ് ഇരിക്കുന്നത്. അത്രയധികം മൈത്രി ബന്ധം, സാഹോദര്യം, സൗഹൃദം അവരിൽ രണ്ടുപേരിലുമുണ്ട്. ക്ലാസ്മേറ്റ് ധോനോ പാസ് പാസ് വൈകിട്ടത്തേത്. അടുത്തടുത്താണ് ഇരിക്കുന്നത്. കാപ്പിമയും കാം കർത്തേത്തോ ധോനോ കാപ്പിമയും കാം കർത്തേത്. രണ്ടുപേരും ഒരുമിച്ചാണ് പകർത്തെഴുതുന്നത്. കാപ്പി എന്ന് പറഞ്ഞാൽ ഇവിടെ അർത്ഥം പകർത്ത്. രണ്ടുപേരും പകർത്തെഴുതുന്നത്, ഹോംവർക്ക് ചെയ്യുന്നത് ഒരുമിച്ചാണ്. ഹോംവർക്ക് ചെയ്യുന്നത്. കിതാബ് പഠത്തേത്തോ, പുസ്തകം പഠിക്കുമ്പോ, കിതാബ് പഠത്തേത്തോ പുസ്തകം വായിക്കുമ്പോ ധോനോ രണ്ടുപേരും പുസ്തകം എടുത്ത് വെച്ച് വായിക്കാം. കോപ്പി എഴുതാൻ നേരത്തെ രണ്ടുപേരും ഒരുമിച്ച് കോപ്പി എഴുതാം. പുസ്തകം പഠിക്കുമ്പോൾ രണ്ടുപേരും വായിക്കുന്നതും വായനാശീലവും രണ്ടുപേർക്കും ഒരുപോലെയാണ്. ബൽക്കി പാഠ്യപെട്ട് ഒരേ പാഠം തന്നെ അവർ രണ്ടുപേരും പഠിക്കുകയും ചെയ്യും. ഒരു ചാപ്റ്റർ തന്നെ അവരെടുത്ത് പഠിക്കുകയും ചെയ്യും. സാഹിൽ പറയുന്നു ചമക്കുടി सन सदावन में वह तलवार पुरानी दी पढ़ता तो बेला भी चमकुड़े सन सदावन में वह तलवार पुरानी दी 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ എന്ത് മനസ്സിലായി നിങ്ങൾ? അവർ ചരിത്രമാണ് പഠിക്കുന്നത്. ചരിത്രം പഠിക്കാൻ നേരത്ത്, ഇതിഹാസം പഠിക്കാൻ നേരത്ത്, ഹിസ്റ്ററി പഠിക്കാൻ നേരത്ത് അവർ 1857 സ്വാതന്ത്ര്യ സമരത്തെ അവർ ഓർമ്മിപ്പിക്കും. എന്താണ് ചമക്കുടി? തിളങ്ങി സൻസദാവന്മയും വക തൽവാർ പുരാനീതി. ആ വാള് പഴയതായിരുന്നു. ചാൻസലർ റാണി ലക്ഷ്മിബായി എടുത്ത വാളിനെ ഉദ്ദേശിച്ചാണ് ഈ കാര്യം ഇവിടെ സൂചിപ്പിക്കുന്നത്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടന്ന സമയത്ത് ചാൻസലർ റാണി ലക്ഷ്മിബായിയുടെ ചരിത്രത്തെയാണ് അവരിവിടെ ഒരുമിച്ച് വായിക്കുന്നത്. രണ്ടുപേരും ഒരേ പോയിന്റ്, ഒരേ സെന്റൻസ്, ഒരേ ടെസ്റ്റ്, ഒരേ പ്രവൃത്തി ഒരുമിച്ച് ചെയ്യുന്നു. അവർ ഏകതാ കെ സാത്ത്, ഐക്യത്തോടുകൂടി, ഭായിചാരെ കെ സാത്ത്, പരസ്പര സ്നേഹ കെ സാത്ത്, പരസ്പര സ്നേഹത്തോടുകൂടി ആണ് അവര് മുന്നോട്ട് നീങ്ങുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചു. ഏതാണ് അവരുടെ സൗഹൃദം എന്ന് പറയുന്നത്? ഒന്ന് ഏകതയാണ്, രണ്ട് ഐക്യമുണ്ട്. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പ്രതീകമാണ് നാം പഠിച്ച ബേർ ബെഹൂട്ടി എന്ന് പറയുന്ന പാഠഭാഗം. ഐക്യത്തിന്റെ പ്രതീകമാണ്, ഏകതയുടെ പ്രതീകമാണ്, പരസ്പര വിശ്വാസത്തിന്റെ, പരസ്പര സ്നേഹത്തിന്റെ പ്രതീകമാണ്. കണ്ട അതിന്റെ ഉദാഹരണം ഒന്നുകൂടെ. ക്ലാസ് में दोनों पास पास बैठते थे, कापी में काम करते तो दोनों कापी में काम करते थे, किताब पढ़ते तो दोनों किताब पढ़ते, ബൽക്കേ പാഠവേ പാഠം അവര് ഒരുമിച്ച് പഠിക്കുന്നു. അവരുടെ ഏകത, അവരുടെ യൂണിറ്റി, അവരുടെ ഐക്യം, അവരുടെ പരസ്പര സ്നേഹം മനസ്സിലായല്ലോ. ഐക്യത്തിന്റെയും സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും പ്രതീകമായിട്ടാണ് നമ്മൾ ഈ പാഠഭാഗത്തെ കാണുന്നത്. അടുത്ത ബേല കവിത്തെ ബഹൻജി
पानी पीने चली जाऊँ बेല കഴുത്തി बेല പറയും ബഹൻജി പാനി പീനെ ചലി ജാവും ഇന്റർവൽ സമയത്ത് വെള്ളം കുടിക്കാൻ പോകാമോ ഉടൻ സാഹിലും പറയും ബഹൻജി പാനി പീനെ ചലാ ജാവും വെള്ളം കുടിക്കാൻ പോകാമോ അടുത്ത് ഗണിത കെ മാസ്റ്റർ സുരേന്ദ്ര ജി കാ പീരിയഡ് ഖേൽ കണ്ടി കെ ബാദ് ആതാ ഹൈ അടുത്തൊരു അധ്യാപകന്റെ പേര് അദ്ദേഹം ഗണിത കെ മാസ്റ്ററാണ് അധ്യാപകന്റെ പേര് സുരേന്ദ്ര ആ ഗണിത കെ മാസ്റ്റർ സാബ് माट साहब सुरेंद्र जी की पीरियड അദ്ദേഹത്തിന്റെ പീരിയഡ് खेल कंडी के बाद आता था खेल कंडी पीटी കളി സമയം ഡ്രില്ലിന് ശേഷമാണ് അദ്ദേഹത്തിന്റെ പീരിയഡ് വരുന്നത് ബച്ചേ ഉൻസേ കാമ്പത്തേത് ബച്ചേ ഉൻസേ കാമ്പത്തേത് പിരിച്ചെഴുതണം സർവനാമം പിരിച്ചെഴുതാൻ വേണ്ടി ചോദിക്കുന്നു ഉൻസേ എങ്ങനെ നമ്മൾ പിരിച്ചെഴുതും ഉൻസേ वे प्लस से अब सर्वनाम वे सर्वनाम वे उनसे वे प्लस से उनसे कणक अध्यापकനായതുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തെ ബച്ചേ ഉൻസേ കാമ്പത്തേത് അവർ കേൾക്കണ്ടി ബന്ദ് ഹോനെ സേ ഡ്രിൽ പീരിയഡ് അവസാനിക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ 2 മിനിറ്റ് പകലേക്ക് 2 മിനിറ്റ് മുമ്പ് തന്നെ അപ്പനി അവരവരുടെ ജഗവും പറാക്കർ സ്ഥലങ്ങളിൽ വന്ന് ഇരിപ്പിടങ്ങളിൽ വന്ന് ആക്കർ ബൈജാത്തേത് അവർ വന്നിരിക്കും സുരേന്ദ്രജി മാർ സാബ് ഇസി പീരിയഡിനെയും ഈ പീരിയഡിൽ കാപ്പി ജാഞ്ചത്തേത് ഹോംവർക്ക് നോക്കും കാപ്പി ജാഞ്ചത്തേത് ഹോംവർക്ക് ഒന്ന് ശ്രദ്ധിക്കും ജരാസി ഗലത്തീപ്പർ ഒരല്പ മിസ്റ്റേക്ക് വന്നാൽ മതി ഒരല്പ തെറ്റ് വന്നാൽ മതി ജരാസി ഗലത്തീപ്പർ ബച്ചോങ്കോ ഈദർ ഉദർ ബാങ്ക് ദേത്തേത് വേണ്ടാതിനങ്ങൾ വിളിച്ചു പറയും കുട്ടികളെ ഈദർ ഉദർ അവിടെ ഇവിടെയൊക്കെ ഇതർ വന്നാലടക്കം ഉദർ അത് ഞാൻ ഗ്രാമർ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഇതർ ഉദർ ജഹാൻ തഹാൻ ജബ് തബ് ചൂങ്കി ഇസ്ലിയെ മുതലായ വാക്കുകൾ അതിനകത്തുണ്ട് ഇതർ ഉദർ ബാങ്ക് ദേത്തേതയാ ചാപ്പട് മാറുന്നതിനകത്ത് അല്പം തെറ്റിയാൽ മതി ഒന്നുകിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിടിച്ചിരുത്തി കളയും തെറ്റിയും തെറിപ്പിച്ച് ഇരുത്തി കളയും പറ്റിയില്ലേ ചാപ്പട് മാറുന്നതിനകത്ത് നല്ല തല്ലും കൊടുക്കും ചാപ്പട് മാറുന്ന അടിക്കുക നല്ല തല്ലും കൊടുക്കും ഉൻക ഹാത്ത് നേരത്തെ പഠിച്ചു സർവനാമം പേപ്ലസ് കാ ഉൻക ഹാത്ത് ചല്ലാ ശുരു ഹോത്താത്തോ രുക്കിന ഭൂൽ ജാത്താ അടിക്കാൻ തുടങ്ങിയാൽ പിന്നെ അദ്ദേഹത്തിന്റെ കൈ എടുക്കാൻ അദ്ദേഹം മറന്നു എന്ന് പറഞ്ഞാൽ നിരന്തരം എല്ലാവരെയും അദ്ദേഹം തല്ലുന്ന സ്വഭാവക്കാരനാണ് തല്ലി പഠിപ്പിക്കുന്ന സ്വഭാവക്കാരനാണ് ശിക്ഷിച്ച് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനാണ് കണക്കധ്യാപകനായ സുരേന്ദ്രർ അടുത്ത ഏകദിൻ സുരേന്ദ്രജി മാർ സാബിനെ ബേലക്കെ ബാലോമയും പഞ്ചാബ് ഹംസായ ഏതോ ഒരു നിസാര കുറ്റത്തിന് ഏതോ ഒരു കൊച്ചു കുറ്റത്തിന് ഒരു ദിവസം നമ്മളെ കണക്കധ്യാപകൻ ആ കണക്കധ്യാപകൻ ബേലക്കെ ബാലോമയും ബേലയുടെ ബാലോമയും തലമുടികളിൽ പഞ്ചാബ് ഹംസായ തലമുടി പിടിച്ച് വെട്ടി ഒന്ന് വലിച്ചു പഞ്ചാബ് ഹംസാന മുടി പിടിച്ച് വെട്ടുക ആ पर शायद जिसे गलती को पाकर वे उसके बाल पकड़कर फेंकने वाले थे वह गलती दी ही नहीं ഏതെങ്കിലും ഒരു തെറ്റ് ചെയ്തിട്ടല്ല ശരിക്കും പറഞ്ഞാൽ ബേല തെറ്റ് ചെയ്തില്ല തെറ്റ് ചെയ്യാതെ തന്നെ മാസ്റ്റർ സാഹബ് എന്ത് ചെയ്തു ബേലയുടെ തലയിലൊന്ന് തട്ടി തലയിലൊന്ന് പിടിച്ചു അദ്ദേഹത്തിന്റെ അവളുടെ മുടിയിലൊന്ന് പിടിച്ച് വലിച്ചു തെറ്റ് ചെയ്തിട്ടല്ല ഗലത്തി ബി നഹീന്ത് ഉനോനെ ബേല കോ ചോड़ दिया പെട്ടെന്ന് ബേലയെ തലയിൽ പിടിച്ച് തള്ളി ആ മാറ്റിക്കളഞ്ഞു ബേല के भयभीत चेहरे को देखकर सागिल बुरी तरह डर गया था ആ സാഗില് വെളിയിൽ പോയിട്ട് വന്നപ്പോ ബേല എന്ത് ചെയ്തിരുന്നു കരഞ്ഞുകൊണ്ടിരിക്കുന്നു ഇത് കണ്ടപ്പോ സാഗിൽ ബുരി तरह डर गया था സാഗിലിന് എന്തെന്നില്ലാത്തൊരു പ്രയാസം പേടി ഭയം തോന്നിപ്പോയി उसने देखा कि बेला के पाव बेलയുടെ കാല് അഭി കാമ്പി രഹേത് ചുമ്മാ വറച്ചുകൊണ്ടിരിക്കുന്നു പേടിച്ചുപോയി പാവം പെൺകുട്ടി 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടി തെറ്റ് ചെയ്യാത്ത ആ കുറ്റം ചെയ്യാത്ത കാര്യത്തിന് അധ്യാപകൻ എന്നെ ശിക്ഷിച്ചിരിക്കുന്നു താനൊരു തെറ്റ് ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തിരുന്നുവെങ്കിൽ താൻ ആ ശിക്ഷ ഏറ്റുവാങ്ങിയേനെ കാമ്പി രഹേത്
ജയ്സേവക കടേ കടേ അഭി ഗിർ ജായേഗി. ഇപ്പൊ തന്നെ അവള് വീണു പോകുന്നുള്ള ലക്ഷണം തോന്നിത്തുടങ്ങി. ഗിർ ജായേഗി. सुरेंद्र जी माट साहब ने कापी को उसके बैठने की जगह पर फेंके हुए कहा, बैठ अपनी जगह पर. സുരേന്ദ്ര ജി ദേഷ്യത്തോടുകൂടി അവളുടെ ഹോംവർക്ക് ബുക്ക്, ഹോംവർക്ക് നോട്ട്സ് അവൾ ഇരിക്കുന്ന അവളുടെ ഇരിപ്പിടത്തിലേക്ക് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, ബൈറ്റ് അവിടെ ഇരി, ബൈറ്റ് അപ്പനി ജഗ പറഞ്ഞ സ്ഥലത്ത് ഇരുന്നോ, നീ കരയുകയോ വിളിക്കുകയോ ചിരിക്കുകയോ എന്ത് വേണോ ചെയ്തോ, ഇരി അവിടെ എന്ന് അദ്ദേഹം ശാസിച്ചു പറഞ്ഞു. അടുത്ത് ബേല കാ മൻ ബത്ത് ഖരാബ് ഹോ ഗയ. ബേലയുടെ മനസ്സ് വിഷമിച്ചു, വളരെയധികം വിഷമിച്ചു. ബേലയ്ക്ക് എന്തെന്നില്ലാത്ത ദുഃഖം. കാരണം എന്താണ്? അവളൊരു തെറ്റ് ചെയ്തിട്ടില്ല, ഒരു നിസ്സാര തെറ്റ് പോലും ചെയ്തിട്ടില്ല. ഏതോ തരത്തില് ഏതോ രീതിയിൽ എന്തോ തോന്നി. മാസാഗബ് അവളെ ശകാരിച്ചെങ്കിലും വേണ്ടില്ലായിരുന്നു. അവളെ തലമുടി പിടിച്ച് ഉപദ്രവിച്ചു. അവളെ ചകരെ चागे मुझे കണ്ട മാസാഗബ് ചാകെ മുझे पीट लेते मगर सागिल के सामने नहीं. എന്നെ മാസസാഗബിനെ അടിക്കാം, ശിക്ഷിക്കാം, എന്തു വേണോ ശകാരിക്കാം. പക്ഷേ ഇത് ചെയ്തത് ആരെ മുമ്പിൽ വെച്ച്? സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുമ്പിൽ വെച്ച് ചെയ്തപ്പോ അവൾക്ക് എന്തെന്നില്ലാത്ത ലജ്ജ തോന്നി. തെറ്റ് ചെയ്യാത്തതിനാണ്. ഒരുപക്ഷെ സാഹിലിനെ പോലുള്ള തന്റെ സുഹൃത്തുക്കളും താൻ ഒരു തെറ്റുകാരിയാണെന്ന് തന്നെ തെറ്റിദ്ധരിക്കണമെങ്കിലോ എന്നുള്ള പേടിയില് അവൾ എന്ത് ചെയ്തു? ബഹുത്ത് ദുഃഖി ഹുയേ. മകൾ സാഹിൽ കെ സാമനെ खुद को शर्मिंदा महसूस कर रही थी. സാഹിലിന്റെ മുമ്പിൽ അവള് ലജ്ജിച്ചു പോയി, നാണിച്ചു പോയി. शर्मिंदा महसूस कर रही थी क्योंकि वह जानती थी कि वह साहिल की नजर में बहुत अच्छी है. എന്തുകൊണ്ടാണ് അവൾ അങ്ങനെ ലജ്ജിക്കാൻ കാരണം? സാഹിലിന്റെ കാഴ്ചപ്പാടില്, സാഹിലിന്റെ മുമ്പില് ബഹുത്ത് അച്ചി ലക്കീതി, അവളൊരു നല്ല പെൺകുട്ടിയാണ്. ബഹുത്ത് അച്ചി ലക്കീതി, ഒരു നല്ല പെൺകുട്ടിയാണ്. എല്ലാവരുടെയും മുമ്പില് ബേല പഠിക്കുന്ന കുട്ടിയാണ്, അച്ചടക്കമുള്ള കുട്ടിയാണ്, മിടുക്കി കുട്ടിയാണ്. അങ്ങനെയുള്ള ബേലയെ അധ്യാപകൻ ശകാരിച്ചപ്പോ, അധ്യാപകൻ വഴക്ക് പറഞ്ഞപ്പോ ബേലയുടെ ബാലോമയും പഞ്ചാല ഗാനയൊക്കെ കാരൻ ബേല ബഹുത്തതി ശർമിന്ദാഹുവേ. ക്യോങ്കി എന്തുകൊണ്ടാണ് അവള് ലജ്ജിച്ചു പോയത്? മറ്റുള്ളവരുടെ മുമ്പില്, മറ്റുള്ളവരുടെ കാഴ്ചപ്പാടില് ബേല എങ്ങനെയുള്ള കുട്ടി? അച്ചി ലക്കിയേ. क्योंकि वह जानती थी कि वह सागिल के नजर में बहुत अच्छी है. जब वो उसके पास आकर बैठे उससे नजर नहीं मिला पाई. ബേലയുടെ അടുത്ത് സാഹിൽ വന്നിരുന്നപ്പോ സാഹിലിന്റെ മുഖത്തേക്ക് അവള് നോക്കിയില്ല. അവിടെ ഒരു ചോദ്യം വന്നു, എന്തുകൊണ്ടാണ് ബേല സാഹിലിന്റെ മുഖത്ത് നോക്കാത്തത്? നോക്കിയ ചോദ്യം എന്താണ്? जब वह उसके पास आकर बैठे उसने नजर नहीं मिला पाई. क्यों नजर नहीं मिला पाई? क्यों? എന്തുകൊണ്ട്? സാഹിൽ കെ സാമനെ, സാഹിലിന്റെ മുമ്പില്, സാഹിൽ കെ സാമനെ ബേല ബഹുത്ത് അച്ചി ലക്കീതി. ബഹുത്ത് അച്ചി ലക്കീതി. ഒരിക്കൽ കൂടെ, സാഹിൽ കെ സാമനെ ബേല ബഹുത്ത് അച്ചി ലക്കീതി, ഒരു നല്ല കുട്ടിയാണ്. ആ നല്ല കുട്ടിയായ തനിക്ക് തൻ്റെ ബഹുമാനപ്പെട്ട ആദരണീയനായ അധ്യാപകനിൽ നിന്ന്, കണക്കധ്യാപകനിൽ നിന്ന് തെറ്റ് ചെയ്യാതെ തനിക്കൊരു താനൊരു തെറ്റ് ചെയ്തിട്ടില്ല. ചെയ്യാത്ത കുറ്റത്തിന് തനിക്കൊരു ശിക്ഷ ലഭിച്ചപ്പോ സ്വാഭാവികമായിട്ട് അവളുടെ മനസ്സിനുള്ളില് എന്തെന്നില്ലാത്ത ഒരു സങ്കോചം തോന്നി, എന്തെന്നില്ലാത്ത ഒരു ലജ്ജ തോന്നി. അതുകൊണ്ടാണ് ബേല സാഹിലിന്റെ മുഖത്ത് നോക്കാത്തത്. മനസ്സിലാക്കി വെച്ചോളാം. നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ട്, വാങ്ങിച്ചോളാം. വന്ന് അടുത്ത दीपावली की छुट्टियों के बाद जब स्कूल खुला तो बेला के सिर पर सफेद पट्टी बांधी थी. അങ്ങനെ ഇരിക്കെ ഉത്തരേന്ത്യയിലെ ഏറ്റവും വലിയ ഉത്സവമാണ് ദീപാവലി. ആ ദീപാവലി ഉത്സവം കഴിഞ്ഞു, അതിന്റെ അവധി കഴിഞ്ഞു. സ്കൂൾ തുറന്നപ്പോ ബേല के सिर पर
ബേലയുടെ തലയിൽ ഒരു സഫേദ് പട്ടി. എന്താണ് സഫേദ് പട്ടി? ഒരു വെള്ള കെട്ട്, ബാൻഡേജ്, ഒരു ബാൻഡേജ്, തലയിൽ ഒരു ബാൻഡേജ് ഇട്ടിരിക്കുന്നു. ബാൻഡേജ് कोई उसे हाय है होय सफेद पट्टे कभी रहे तो कोई സുൽത്താന ടാക്കൂത്തോ കോയി കുച്ചവർ കവിക്കർ ചിതാരൊക്കെ ഇവള് വന്നപ്പോ, ഇവള് ക്ലാസ്സിലേക്ക് കയറി വന്നപ്പോ പലരും ഇവള് അയ്യയ്യേന്ന് വിളിക്കുക മാത്രമല്ല, ചിലര് പറഞ്ഞു ഏതോ ഒരു സുൽത്താന വരുന്നു, കൊള്ളക്കാരി വരുന്നു, ഒരു കൊള്ളക്കാരി വരുന്നു എന്ന് പറഞ്ഞ് വേറെ ചിലര് വേറെ എന്തൊക്കെ പറഞ്ഞ് അവളെ പരിഹസിച്ചു. അടുത്ത ये क्या हो गया बेला साहिल ने परेशान होते हुए पूछा. കണ്ട, മറ്റുള്ളവരെ കളിയാക്കിയപ്പോ ക്ലാസ്സിലുള്ള മറ്റ് വിദ്യാർത്ഥികള് ബേലയെ കളിയാക്കിയപ്പോ സാഹില് എന്ത് ചെയ്തു? പരേശാൻ ഹോക്കർ, ബുദ്ധിമുട്ടോടുകൂടി പ്രയാസത്തോടുകൂടി ചോദിക്കുന്നു, ക്യാ ഹുവാ യേ ക്യാ ഹോ ഗയാ ബേല, എന്ത് സംഭവിച്ചു ബേല? എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമാണേത്? ബീർബകൂട്ടി. സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും പ്രതീകമായ ബീർബകൂട്ടി എന്ന് പറയുന്ന കഥയിലൂടെ ഈ കുട്ടികൾ തമ്മിലുള്ള സ്നേഹത്തിന്റെ, ഈ കുട്ടികൾ തമ്മിലുള്ള ഐക്യത്തിന്റെ, ഈ കുട്ടികൾ തമ്മിലുള്ള പരസ്പര വിശ്വാസത്തിന്റെ സൂചനയായിട്ടാണ് സാഹില് മാത്രം ചോദിച്ചത്. പരേശാൻ ഹോത്തെ ഹുയേ പൂച്ച യേ ക്യാ ഹോ ഗയാ. ക്ലാസ്സിലുള്ള മറ്റു കുട്ടികള് പരസ്പരം ഇവളെ കളിയാക്കിയപ്പോ സാഹിലിന് മാത്രമേ പരേശാൻ തോന്നിയുള്ളൂ, ബുദ്ധിമുട്ട് തോന്നിയുള്ളൂ. ചോദിട്ട് എന്താണ് ചോദിച്ചത് നമുക്ക് നോക്കാം. ഹുയേ പൂച്ച, ഉടനെ അവള് പറയുന്നു, ചത്ത് സേ ഗിർഗൈ, ഞാൻ ടെറസിൽ നിന്ന് ടെറസിൽ നിന്ന് ഞാൻ താഴേക്ക് വീണു. ബേലാനെ ഹംസത്തെ ഹുയേ കഹ ഔർ കഹ ബഗത്ത് ദിൻ ഹോ ഗയേ, ഒരുപാട് ദിവസങ്ങളായില്ലേ. ആജ് കേൽ കണ്ടീമയും ഗാന്ധി ചൗക്കുമയും ലങ്കടി ടാങ്ക് കേലെങ്കി, നമ്മൾ എത്രയോ ദിവസമായി, നമ്മള് ഒരാഴ്ച 1.5 ആഴ്ചയോളം നമുക്ക് ദീപാവലിയുടെ ചുറ്റി ഉണ്ടായിരുന്നു. അവധി കഴിഞ്ഞ് നമ്മൾ വന്നു. കുറേ നാളായില്ലേ നമ്മള് മൈതാനത്തില്, നമ്മള് കളിസ്ഥലത്ത് നമ്മൾ കളിച്ചിട്ട്. അതുകൊണ്ട് ബഗത്തതിന് ഹോകെ ആദ്യ കേൾക്കണ്ടിയും ഗാന്ധി ചൗക്കുമയും ഗാന്ധി പാർക്കിൽ ചെന്ന് നമുക്ക് ലങ്കടി ടാങ്ക് കേലെങ്കിൽ നമുക്ക് ഒറ്റക്കാലിൽ ഒരു കളി കളിക്കാമോ? നമ്മുടെ നാട്ടിലൊക്കെ കളിക്കുന്ന ഒരു കളി തന്നെയാണ് ലങ്കടി ടാങ്ക് കേലെങ്കിൽ ലങ്കടി ടാങ്ക് കളിക്കാമോ എന്ന് ആര് ചോദിക്കുന്നു? ബേല സാഹിലിനോട് ചോദിക്കുന്നു. ലങ്കടി ടാങ്ക് കേലെങ്കിൽ नहीं खेलेंगे, तेरे सिर में फिर से लग जाएगी, नहीं खेलेंगे എന്ന് മറുപടി പറയുന്നു.